ഗായ്സ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നേരെ നൈറ്റ് ഈവനിങ് ആയപ്പോൾ പൂരത്തിൽ വന്നു. പിന്നെ പൂരപ്പറങ്ങടെ കുറേ കഴിഞ്ഞപ്പോൾ ടൈമായി. അപ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം പൂരപ്പറമ്പടൊക്കെ ഇറങ്ങി കുറേ നേരം കൊട്ടിടന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കൊട്ടൊക്കെ നിർത്തിയിട്ട് നേരെ അവിടുത്തെ അമ്പലത്തിലത്തെ മേളം കേൾക്കാൻ പോയി. മേളം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ബാക്കിയുള്ള കൊട്ടുവരൊന്നുമല്ല, പ്രത്യേക ഒരു വൈബക്കാരി മേളം മുറുകി കഴിഞ്ഞാൽ കേൾക്കാൻ. അതിനിടയ്ക്ക് നമ്മളെ കോളേജിലത്തെ ടീച്ചറെ കണ്ടു. പിന്നെ ടീച്ചറെ കണ്ടിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ പോകും. പിന്നെ മേളം ശേഷം ലാസ്റ്റ് വെടിക്കെട്ടോടെ പൂരം കഴിഞ്ഞു. അപ്പോൾ ഒരു കൊല്ലത്തെ പൂരം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോകും. അങ്ങനെ പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അരിയേറുണ്ടായിരുന്നു അമ്പലത്തിൽ. അതും പൂരം മാതിരിയുള്ള ഒരു പ്രധാന പരിപാടി തന്നെയാണ്. എന്താ പരിപാടി വെച്ചാൽ അരി എറിയുക, ആ അരിയേറ് കൊള്ളുക, അതാണ് ഈ പരിപാടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്ന ദിവസമാണ്. കാരണം എല്ലാവരും ഒരേ സമയത്ത് തന്നെ അരിയേറ് കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അങ്ങനെ അരിയേറ് കൊള്ളുന്ന പന്തലിൽ നമ്മളും തെക്കി തിരക്കിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അരിയേറിന് വരുന്നുണ്ടോ തോന്നുന്നു. അപ്പോൾ ഞങ്ങളും അരിയേറ് വെള്ളം വെയിറ്റ്. അങ്ങനെ ഞങ്ങൾക്കും ലാസ്റ്റ് അരിയേറുണ്ട്. അരിയേറ് ഉണ്ടായ സമയത്ത് നമ്മൾ മോരുവെള്ളം കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ മോരുവെള്ളം കുടിക്കാൻ. അങ്ങനെ മോരുവെള്ളം കുടിച്ച് വരണ കഴിക്കാണ് നമ്മൾ ആസ്വദിച്ച് ചെറുക്കനെ കണ്ടു. എവിടെ പോയാലും ഇവ ഉണ്ടാവും. കാരണം കോഴിത്തരം കാട്ടാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ മുന്നിലുണ്ടാവും. ചോദിച്ചപ്പോൾ പറഞ്ഞത് തൊഴുകാൻ വന്നു എന്നാണ്. പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോകുന്നു. അവിടെ ഞാൻ എടുത്തതിലൊരു അവിൽ മിൽക്കിന്റെ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അവിൽ മിൽക്കും കുടിച്ച് ആശുപത്രി സിപ്പും കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പം അത്രത്തിനുള്ള മറ്റൊരു ബൈ.